Praise the Lord. Good evening. Thank you, Pastor Satish, for this beautiful opportunity. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ, എനിക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഈ സഭയിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ നാമം ഉയർത്താൻ ദൈവം നൽകുന്ന ഈ അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനകളുടെ 9ാമത് രാത്രിയിലാണല്ലോ നാം എല്ലാവരും ആയിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മഹത്വത്തെ നമുക്ക് ഓർക്കാം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് ഒടുവിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച പ്രിയ അങ്കിള് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ 1-2 വാക്കുകൾ ഇന്ന് രാത്രിയിൽ ഈ ആരാധനയിൽ ഒരു വലിയ ദൈവിക വിടുതൽ സംഭവിക്കേണ്ടതിന്, ഈ ആരാധനയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കേണ്ടതിന് വളരെ പ്രതീക്ഷയോടെ നാം എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉളവാക്കി ഹോവെങ്കിൽ നിന്ന് വരുന്നു. I have to tell you this evening, our help is on the way, and God is our refuge and He is our helper. And Bible says, I lift up my eyes to the hills, where does my help comes from? And my help comes from the Lord, the maker of the universe. ഇന്ന് രാത്രിയിൽ ആ കർത്താവ് നമുക്കായി ജീവിക്കും. അവൻ നമുക്കായി കരുതുന്നു, അവൻ നമ്മെ വഴി നടത്തുന്നു. ജീവിതത്തിലേത് സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ഇന്ന് രാത്രി കടന്നു പോകുന്നെങ്കിലും ഭാരപ്പെടാതെ, പ്രയാസപ്പെടാതെ, ചുറ്റുപാടും നോക്കാതെ ഇന്ന് രാത്രിയിൽ ആ കണ്ണുകളെ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തുമോ? ആ കരങ്ങളെ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തുമോ? ഇന്ന് രാത്രി ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്നവർ അല്പസമയം കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് സ്തുതിച്ചാട്ടെ. Come on, let us praise Him. Amen. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം. ചേർന്ന് പറയുമോ? യഹോവയൻ പാലകൻ, യഹോവയൻ പാലകൻ താനില്ലെനിക്ക് ഖേദമൊട്ടും. എൻ്റെ യഹോവയൻ പാലകൻ താനില്ലെനിക്ക് ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. ഹല്ലേലൂയ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. ശത്രുഭയം നീക്കി എന്നെ മാത്രത്തോറും കാത്തിടുന്നു. ശത്രുഭയം
നീക്കി എന്നെ മാത്രത്തോറും കാത്തിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു. എന്നെ നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു. ചേർന്ന് പാടുമോ? ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരി. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരി. ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങളിൽ ഒരു പക്ഷേ ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നാം പ്രതീക്ഷ അർപ്പിച്ച് നാം സമീപിക്കുന്നവർ പലരും നിസ്സഹായരായി നമ്മുടെ മുൻപിൽ കൈകൾ മലർത്തുമ്പോൾ, ഇന്ന് രാത്രിയിലും വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന അതിസങ്കീർണമായ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് നിമിത്തം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. പ്രതിസന്ധികൾ എന്തുമാകട്ടെ, അസാധ്യതകളുടെ ഒരു വലിയ പർവ്വതം തന്നെ നിങ്ങളുടെ മുൻപിൽ നിൽക്കട്ടെ. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, സാധ്യമാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രിയിൽ അവിടുത്തെ ആമേൻ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായുള്ളത് കൊണ്ട് ഇന്ന് രാത്രി നന്ദിയോടെ ആ നല്ല കർത്താവിനെ ചേർന്ന് മഹത്വപ്പെടുത്തുമോ? വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ. വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ. ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസമോ വിച്ചിടുന്നു. ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസമോ. ഇന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നവർ ചേർന്ന് ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരി. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരി. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. 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 കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് മഹത്വപ്പെടുത്തുമോ? ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നാം എല്ലാവരുമായിരിക്കുമ്പോൾ ഇന്ന് രാത്രി യേശു നല്ലവനെന്ന് പറയാൻ സന്തോഷമുള്ളവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഒന്ന് നന്ദിയോടെ സ്തുതിക്കുമോ? എൻ്റെ യേശു എനിക്ക് നല്ലവൻ, നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവൻ. ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് 1000 ചോദ്യങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറത്ത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇഫ് യു റിയലി ബിലീവ് ഇൻ ദ സുപ്രീമസി ഓഫ് ഗാഡ്, നിങ്ങളുടെ ജീവിതത്തിലെ ഡൗട്ടുകൾ, നിങ്ങളുടെ ജീവിതത്തിലെ ആശങ്കകൾ ഇന്ന് രാത്രിയിൽ മാറും. കാരണം പ്രതിസന്ധികൾ, സാഹചര്യങ്ങളെല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും എന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്നും അവൻ എന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ലെന്നും
നിത്യതയുടെ തീരമണയുവോളം എൻ്റെ ജീവിത പടകിൽ അവിടുത്തെ തിരു സാന്നിധ്യം ഉണ്ടെന്നും ആ ഉറപ്പ്, ആ വിശ്വാസമാണ് ഇന്ന് രാത്രി നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. അവൻ കൂടെ ഉണ്ടെങ്കിൽ മരുഭൂയാത്രയും അനുഗ്രഹമാണ്. ആ നല്ല കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആ മരുഭൂയാത്രയിലും പകൽ മേഘസ്തംഭമായി അവനെ നമുക്ക് പ്രതീക്ഷിക്കാം. രാത്രി അഗ്നി തൂണുകളായി അവിടുത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുത്തെ സാന്നിധ്യം നമുക്ക് മുൻപടയായും പിൻപടയായും ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്ത് തട്ടി എൻ്റെ യേശു എനിക്ക് നല്ലവനെന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആമേൻ. യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ചേർന്ന് പാടുമോ? എൻ്റെ യേശു, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു നല്ലവൻ, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു, ഒരിക്കൽ കൂടി അവനിൽ ആശ്രയിച്ച്, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ. ഇന്ന് രാത്രിയിൽ അവൻ ആദ്യനും അന്ത്യനുമാകയാ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം. ദൈവജനം ചേർന്ന് മഹത്വപ്പെടുത്തുമോ? 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. അനുഭവിച്ചവർ പറഞ്ഞേ, പകൽ മേഘസ്ഥ
രാത്രിയഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു നല്ലവൻ, എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ. അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആ നാമം ഉയർത്തുമോ? ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി. വിശ്വസിക്കുന്നവർ ചേർന്ന് അത്ഭുതമേശുവിൻ, അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരൻ. ചേർന്ന് പറയുമോ? അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിന്ദിതപാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്ദിതപാത്രരായി മേവാൻ എന്റെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ. വിശ്വസിക്കുന്നവർ ചേർന്ന വരികൾ ഒരിക്കൽ കൂടി. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ. ഈ കാലഘട്ടത്തിന്റെ നിയോഗങ്ങൾ തിരിച്ചറിയുന്നവർ എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം. ഞങ്ങൾ അങ്ങയുടെ വലുതും ഭയങ്കരവുമായ നാമത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ചേർന്നുയർത്തുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ നാമം ഞങ്ങൾക്ക് കേവലം ഒരു പേരല്ല, അതിനപ്പുറത്ത് ആ നാമത്തിന് അധികാരമുണ്ട്. ആ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. ഇന്ന് രാത്രി ആ നാമം എവിടെയെല്ലാം ഉയർത്തുമോ ഞങ്ങൾ അത് യഹോവ നിസ്സിയായി ജയക്കൊടിയായി ഞങ്ങൾ ഉയർത്തുകയാണ്. ഇന്ന് രാത്രി ആരാധിക്കുന്ന ഈ
ദൈവമക്കളുടെ, ഈ ദൈവജനത്തിന്റെ ഓരോ കുടുംബങ്ങളിലും ആ നാമം ഒരിക്കൽ കൂടി ഞങ്ങൾ ഉയർത്തിക്കെട്ടുകയാണ്. പിശാച് കെട്ടിയ രോഗത്തിന്റെ ആമേൻ ആമേൻ ബന്ധനങ്ങൾ, പിശാച് കെട്ടിയ എല്ലാ തകർച്ചയുടെയും പദ്ധതികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അതിന്മേൽ ജയമെടുക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ചേർന്ന് ആത്മസാന്നിധ്യത്തിൽ ഇന്ന് രാത്രിയിൽ ചിലത് അഴിയുകയാണെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യമായത് ഇന്ന് രാത്രി ദൈവത്താൽ സാധ്യമാണ്. ഇന്ന് രാത്രി ദൈവത്താൽ സാധ്യമാണ്. അവന്റെ നാമം ഉയർത്തുന്നിടത്ത് ആ നാമത്തിന്റെ വിടുതലുകൾ വ്യാപരിക്കും. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ അവൻ നമ്മോട് കൂടെയുണ്ട്. Come on, God is on my side. Come on, somebody say that. God is on my side. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. My help is on the way. ഇന്ന് രാത്രി എന്നെ സഹായിക്കുന്നവൻ, എന്നെ വഴി നടത്തുന്നവൻ, എന്നോട് കൂടെയുള്ളവൻ, എൻ്റെ കൂടെ വസിക്കുന്നവൻ, എന്നെ കൈപിടിച്ചു നടത്തുന്നവൻ, ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുകയാണ്. Hallelujah. Praise God. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ആ നല്ല കർത്താവിനെ കുറിച്ചുള്ള ആ വലിയ തിരിച്ചറിവുകളാണ് ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ, ദൈവത്തിൽ നിന്ന് വലിയ വിടുതലുകൾ നമ്മിലേക്ക് ഇന്ന് രാത്രി കൊണ്ടുവരുന്നത്. Come on. എല്ലാവരും യേശുവിനെ പല കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുമ്പോൾ തിമാത്തിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ വഴിയരികെ ഇരുന്നു കൊണ്ട് ആരാണ് ഇതുവഴി പോകുന്നതെന്ന് അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന് മറുപടിയായി ആളുകൾ പറയുന്നു, നസ്രായനായ യേശു ഇതിലെ കടന്നുപോകും. ഞാൻ വിശ്വസിക്കുന്നു, നെവർ മിസ് ദി ഓപ്പർച്യൂണിറ്റി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരവസരം പോലും ഇന്ന് രാത്രി പാഴാക്കരുത്. Come on. സാധ്യതകളുടെ ഒരു വലിയ സംഭരണശാലയാ എൻ്റെ കർത്താവ്. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. Come on, find your miracle today. ഇന്ന് രാത്രിയിൽ അവനിൽ നിന്റെ സൗഖ്യമുണ്ട്, അവനിൽ നിന്റെ വിടുതലുണ്ട്, അവനിൽ നിന്റെ ബ്രേക്ക് ത്രൂ ഉണ്ട്. അവനിൽ ഇന്ന് രാത്രിയിൽ അസാധ്യമായതൊന്നുമില്ല. Come on, never miss the opportunity. ആ മനുഷ്യൻ വിളിക്കുകയാണ്, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ വിടുതലുകൾക്കപ്പുറത്ത് ഇന്ന് രാത്രിയിൽ ആർദ്ര കരുണയാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം. ആ മനുഷ്യന്റെ വിടുതൽ കേവലം അത്ഭുതത്തിനപ്പുറത്ത് ആത്മരക്ഷയ്ക്ക് കാരണമായി മാറിയപ്പോൾ ഇന്ന് രാത്രി കർത്താവ് നിന്റെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലുകളെ ഇന്ന് രാത്രി അയക്കുകയാണ്. Come on. Can we all declare his greatness today? Come on. Oh Jesus, we worship you. We lift your holy name. There is no one like you. You deserve the glory and the honor. Lord, we lift our hands in worship as we bless your holy name. You deserve the glory and the honor. Lord, we lift our hands in worship as we bless your holy name. You are great. You're a miracle so great. There is no one else like you. There is no one else like you. For you are great. You're a miracle so great. There is no one else like you. There is no one else like you. Come on. You deserve the glory, glorify it, and the honor. Lord, we lift our hands in worship as we bless your holy name. You deserve the glory and the honor. Lord, we lift
കർത്താവേ. ചേർന്ന് പാടുമോ? അങ്ങെത്രയോ മഹോന്നതൻ, അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ. അങ്ങെത്രയോ മഹോന്നതൻ. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ. യേശുവേ, അങ്ങെത്രയോ മഹോന്നതൻ, അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ. അങ്ങെത്രയോ മഹോന്നതൻ, അങ്ങെത്രയോ മഹോന്നതൻ. അല്പസമയം അന്തരങ്ങളെ ചലിപ്പിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ? യേശുവേ, നീ വലിയവനെന്ന്. അപ്പാ, അങ്ങ് പരിശുദ്ധൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായവനെ, ഞങ്ങളുടെ രക്ഷയായവനെ, ഞങ്ങളുടെ രക്ഷയിതാവായവനെ, ഞങ്ങളുടെ രക്ഷാദുർഗമായവനെ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്നു. Come on, come on, somebody say, Lord, your name is a strong tower. അപ്പാ, അങ്ങയുടെ നാമം ഉറപ്പുള്ള ഗോപുരമാണ്. അതിലേക്ക് നീതിമാൻ ഓടി വന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുവിൻ്റെ നാമം ഞങ്ങളുടെ അഭയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ശരണ സ്ഥലമായി മാറിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ശത്രു തൊടാതെ, ദുഷ്ടൻ കാണാതെ, അത്യുന്നതന്റെ മറവിൽ ഞങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഇന്ന് രാത്രി ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. Lord, we thank you for all your goodness. Oh, thank you, Jesus. You are great. You are great. You're a miracle so great. There is no one else like you. There is no one else like you. For you are great. You're a miracle so great. There is no one else like you. There is no one else like you. There is no one else like you. Our Heavenly Father, we thank you and praise you for this beautiful time. Father, thank you for this great opportunity to lift your wonderful name, to declare your greatness, to glorify your mighty name, O God. As we are continuing in your presence, help us to experience your mighty presence and help us to have what you have for us tonight. ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളെ അവിടുന്ന് സന്ദർശിക്കുന്ന രാത്രിയാകിയാൽ സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്ന രാത്രിയാകിയാൽ സ്തോത്രം. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കുന്ന രാത്രിയാകിയാൽ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുന്നു. We give you all the glory and honor. In the mighty name of Jesus we pray. Amen. May God bless you. Praise Lord. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ദൈവസഭയുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിനം എനിക്കും പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ സതീഷ് പാസ്റ്റർ ആൻഡ് ഫാമിലി, പാസ്റ്ററോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ദൈവസഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ സമയം ക്രിസ്തീയ വന്ദനങ്ങളെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ദേവദാസൻ പറഞ്ഞതുപോലെ എനിക്കും ഈ കൂട്ടായ്മയും ഈ ദൈവസഭയും ആദ്യമായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ ക്രിസ്തുവിൽ ദൈവം തന്ന ഈ നല്ലൊരു ബന്ധത്തിനായി കൂട്ടായ്മയ്ക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കർത്താവ് എന്റെ ജീവിതത്തിലും തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്റെ പേര് ബെൻസി എന്നാണ്. ഞങ്ങൾ കുടുംബമായി കേരളത്തിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിന് വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്.
ദൈവസഭ ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഈ പകൽക്കാലം ഇവിടെ പകലാണ്, അവിടെ രാത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവവചനത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയും ചെയ്യുകയാണ്. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിന് നമ്മളോട് എന്താ സംസാരിക്കാനുള്ളത് എന്ന് ഉള്ളതിന് ചെവി കൊടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ശമൂവേൽ പറഞ്ഞതുപോലെ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ ഈ ദിവസമായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചില നാളുകൾക്ക് മുമ്പേ കർത്താവിന്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വചനഭാഗത്തിലേക്കാണ് ഈ ദിവസം നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ദൈവസഭ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പടി കടന്നു പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണ് നമ്മൾ മനസ്സിലാക്കുന്നു. സോ ദൈവസഭയെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ എടുക്കുന്ന ഒരു എഫേർട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും ഒക്കെ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ അത് വെറും സമയങ്ങളല്ല, അത് പാഴല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളും ദൈവത്തിന്റെ പദ്ധതികളും ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വചനം നോക്കുമ്പോൾ പലപ്പോഴും പല ദൈവമക്കളും പല കാലഘട്ടങ്ങളിലും ഉപവസിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ, അതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇഹലോകത്തിലായിരുന്ന സമയങ്ങളിൽ, അതുപോലെ ആദിമ സഭയുടെ ആരംഭഘട്ടങ്ങളിലൊക്കെയും നമ്മൾ നോക്കുമ്പോൾ പല സമയങ്ങളിലും ദൈവത്തിന്റെ മക്കൾ ഉപവസിച്ചതായി നമ്മൾ കാണുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉപവാസത്തിന് നല്ലൊരു മാതൃകയായിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ വചനത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും രണ്ട് തരത്തിലുള്ള ഉപവാസങ്ങളെ നമ്മൾ കാണുന്നു. ഒന്ന്, ദൈവം പ്രസാദിച്ച ഉപവാസങ്ങളുണ്ട്. മറ്റൊരു വശത്ത് ദൈവം കണ്ടം ചെയ്ത ഉപവാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഉപവാസത്തിന്റെ ആ ലക്ഷ്യം കാണാതെ ബാഹ്യമായ രീതിയിൽ ഉപവസിച്ച ഒരു കൂട്ടത്തോട് ദൈവം അവരുടെ ആ ഫോൾസ് സ്പിരിച്വാലിറ്റി എങ്ങനെ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വചനത്തിൽ പലയിടത്തും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തിലേക്കാണ് ഇന്ന് ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്റെ ഹൃദയത്തോട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇടപെട്ട ഒരു വചനഭാഗം, ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായിരിക്കാം. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 58-ാം അധ്യായത്തിന്റെ എല്ലാ വാക്യങ്ങളിൽ കൂടി ഒന്ന് കടന്നു പോകണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ എല്ലാ വാക്യങ്ങളിലും നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നില്ല. ചില വാക്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നതിന് മുമ്പേ മറ്റു ചില വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആ വാക്യത്തിലേക്ക് കടന്നു വരാം. 58-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമോ? യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഓക്കെ, ഞാൻ വായിക്കാം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകൾ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. 14-ാം വാക്യം. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഈ വാക്യങ്ങൾ നമ്മൾ ചിലത് കാണാതെ അറിയാവുന്ന വാക്യങ്ങളായിരിക്കും. ഒരു പക്ഷെ ഈ ആണ്ടർതി യോഗങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രോമിസ് കാർഡുകൾ ലഭിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചില ഇടങ്ങളിലുണ്ട്. അപ്പോ അവിടേക്ക് നമുക്ക് ലഭിക്കുന്ന ചില വാക്യങ്ങളിലെ 1-2 വാക്യങ്ങളാണ് ഞാനിപ്പോ വായിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളിൽ ചില വാക്യങ്ങളാണിവ. നമുക്ക് പലപ്പോഴും വാഗ്ദത്തങ്ങളായി വചനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വാക്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴും നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് വചനത്തിൽ നിന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ചൈതന്യം തരുന്ന, എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനെ സന്തോഷിപ്പിക്കുന്ന പല വാക്യങ്ങളെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാറുണ്ട്. പക്ഷെ പല സമയത്തും നമ്മളെ ഗുണീകരിക്കുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ ക്രമീകരിക്കുന്ന പല വാക്യങ്ങളും നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല.
എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയും ഒരു കാര്യം ഇതാണ്. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവവചനത്തിലെ യഥാർത്ഥ പ്രോമിസ് അല്ലെ യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? 58-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇങ്ങനെയാ വായിക്കുന്നത്: ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക. സി, എന്താ റിയൽ പ്രോഫസി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ടു എക്സ്പോസ് ആർ സിൻ. നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ. ദൈവമക്കളെ, ഈ രാത്രികാലം നിരുത്സാഹപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, പലപ്പോഴും ഇത്തരം നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങളെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ബൈബിളിൽ മറുവശത്ത് നമ്മളെ ക്രമീകരിക്കുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന വചനങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രവചനം അല്ലെ യഥാർത്ഥ ദൈവിക ദൂത് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രമീകരിക്കും, നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തി തരും, നമ്മളെ ശുദ്ധീകരിക്കുന്നതാ. നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടറിന്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു ഡോക്ടറും അല്ലെങ്കിൽ ശരിയായ ഒരു ഡോക്ടർ ആണെങ്കിൽ, നല്ല സത്യസന്ധമായി തന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ, നമ്മൾ ചെന്നാൽ നമ്മുടെ ആ ഫിസിക്കൽ കണ്ടീഷൻ അല്ലെ നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അവർ നന്നായിട്ട് റിവീൽ ചെയ്യും. നമ്മൾ വരുമ്പം ഒരു രോഗം കൊണ്ട് വന്നു കഴിഞ്ഞാൽ, കുഴപ്പമൊന്നുമില്ല സിസ്റ്ററെ, അല്ലെ കുഴപ്പമൊന്നുമില്ല ബ്രദറെ, പോയിക്കോ, നിങ്ങൾ പോക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വിടുന്ന ഒരു ഡോക്ടറിന്റെ അടുക്കലേക്ക് നമ്മൾ പിന്നീട് പോകുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നം മനസ്സിലാക്കി ശരിയായി ചികിത്സിക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടറിന്റെ അടുക്കലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പരമവൈദ്യനായ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ വെളിപ്പെടുത്തി തന്ന് ആ രോഗാവസ്ഥയിൽ, ആ ആത്മീക രോഗത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിലൊരു പക്ഷെങ്കിൽ നമ്മുടെ ചില മുറിവുകൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇതുവരെയും ചികിത്സിച്ചിട്ടില്ലാത്ത ചില മുറിവുകളെ ഞെക്കി എടുത്ത് അതിനെ പഴുപ്പ് കളഞ്ഞ്, അതിനെ വ്രണം കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം എന്താണ് ദൈവം നമ്മളിൽ കൂടി പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ഉപവാസം? എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ആ ഹ്യൂമിലിറ്റി? നമുക്കറിയാം ഉപവാസം എന്ന് പറയുമ്പോൾ തന്നെത്താൻ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുന്ന, വചനത്തിൽ പല ഭക്തന്മാരും ഉപവസിച്ചതായി നമ്മൾ കാണുന്നത്. എന്താ ഉപവാസം എന്ന് പറഞ്ഞാൽ? പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. തന്നെത്താൻ താഴ്ത്തുന്ന അവസ്ഥ, ആ സ്വയം ഭാവങ്ങൾ, ഞാനെന്നുള്ള ആ ഭാവമൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായി ദൈവസന്ധി താണിരുന്ന് ദൈവമുഖം അന്വേഷിക്കുന്ന സമയങ്ങളാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മൾ അങ്ങനെ നമ്മളെ തന്നെ താഴ്ത്തി ഉപവസിക്കുന്ന സമയങ്ങളിൽ എന്താണ് യഥാർത്ഥ ഉപവാസം? ദൈവം എന്താ നമ്മളിൽ കൂടെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇസ്രായേലിനോട് ദൈവം അവരുടെ ചില കുറ്റങ്ങൾ അല്ലെ അവരുടെ ചില കുറവുകളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ ചില വാക്യങ്ങളിൽ കാണുന്നത്. 58-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു, നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പോൾ ഈ ജനത്തെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ഒന്നാമത് എഴുതിയിരിക്കുന്നത്, ദേ സീക്ക് ഗോഡ് ഡെയിലി. എല്ലാ ദിവസവും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജനം. എന്നെ അത് ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. നമ്മളെ സംബന്ധിച്ച് എനിക്കറിയില്ല, ദൈവസഭയിൽ ഒരുപക്ഷെ നിരന്തരമായി കൂട്ടായ്മകൾ കാണാൻ എല്ലാ ദിവസവും കൂടി വന്ന് ദൈവമുഖം അന്വേഷിക്കുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഈ ഒരു സമൂഹത്തെ നോക്കി എപ്പോഴും ദൈവസന്നിധിയില, എപ്പോഴും ദൈവമുഖം അന്വേഷിക്കാനായിട്ട് കടന്നു വരുന്ന ഒരു കൂട്ടം. ഒന്ന്. രണ്ടാമതായി നമ്മൾ കാണുന്നത്, നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദേ ആസ്ക് മീ ഫോർ ജസ്റ്റ് ഡിസിഷൻസ്. എന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെന്നെ അന്വേഷിക്കുന്നു. നമുക്കറിയാം പുരോഹിത ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഉറിയമും തുമ്മിയും ഒക്കെ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരുന്ന മാർഗങ്ങളായിരുന്നു അവർ.
എന്ന് പറഞ്ഞാൽ എവിടോട്ട് യാത്ര ചെയ്യണം, എന്ത് ചെയ്യണം, ഇസ്രായേൽ ഓരോ സമയങ്ങളിലും എന്താ ചെയ്യേണ്ടത്, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന മാർഗങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വയമായി എടുത്തിയാടി ഒന്നും ചെയ്യാതെ ദൈവം പറയുന്നത് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമൂഹം. അടുത്തത്, ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്ന ഒരു കൂട്ടം. ദേ ആർ ഈഗർ ടു ഡ്രോ ക്ലോസർ ടു ഗോഡ്. ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം. അയ്യോ, ഇങ്ങനെ ഒരു സമൂഹത്തെ കുറിച്ചാണോ ദൈവത്തിന് കുറവുകൾ പറയാനുള്ളത്? എന്നെ ഇത് ആശ്ചര്യപ്പെടുത്തി. ദൈനംദിനം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം, ദൈവത്തോട് യഥാർത്ഥമായ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ദൈവമുഖം അന്വേഷിക്കുന്ന കൂട്ടം, ദൈവത്തോട് അടുത്തിരിക്കാൻ വാഞ്ചിക്കുന്ന ഒരു കൂട്ടം. നമ്മളെക്കുറിച്ച് ദൈവം ഇത് പറയുമോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മളെക്കുറിച്ച് ദൈവം ഇത് പറയുമോ? എന്നെ ദിനംപ്രതി അന്വേഷിക്കുന്ന ജനമാണ്, എന്നോട് നീതിയുടെ വഴി ചോദിക്കുന്ന, അല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ അന്വേഷിക്കുന്ന ഒരു ജനമാണ്, എന്നോട് അടുത്തിരിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മളെക്കുറിച്ച് പറയുമോ ദൈവം? പക്ഷേ ഈ കാര്യങ്ങൾ ഇവർ അവകാശപ്പെടുമ്പോൾ, ഇസ്രായേൽ ഈ കാര്യങ്ങൾ അവകാശപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന് ഇവരുടെ ശരിയായ ആത്മീകതയെ അറിയാം. എന്തിനാണ് ഇവർ ദിനംപ്രതി എന്നെ അന്വേഷിക്കുന്നത്? എന്തിനാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്റെ മുഖം അന്വേഷിക്കുന്നത്? അല്ലെ, എന്തിനാണ് ഇവർ എന്നോട് അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്? അപ്പം ഈ ഇസ്രായേലിന്റെ ഒരു കംപ്ലൈന്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ഇത്രയും ദൈവത്തോട് അടുത്തിരുന്നിട്ട്, ഇത്രയും ദൈവമുഖം അന്വേഷിച്ചിട്ട്, അടുത്ത അവരുടെ കംപ്ലൈന്റ് വാക്യം 3 എന്താ കാണുന്നേ? ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? കണ്ടോ? ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനം, ദൈവത്തോട് തീരുമാനങ്ങൾ ചോദിക്കുന്ന ജനം, അവർ പറയുകയാ, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ നിങ്ങൾ ഓക്കെ. അവിടെ ഈ ആദ്യത്തെ ഭാഗം, 3-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ 2 കംപ്ലൈന്റുകൾ അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവം എന്ത് ചെയ്യുന്നില്ല? ഞങ്ങളുടെ ഫാസ്റ്റിങ് നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നതിനെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് ഇവരുടെ കംപ്ലൈന്റ്. ഇത്രയും നല്ലൊരു ജനം അല്ലെ, ദൈവത്തോട് അടുത്തിരിക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഈ ജനത്തിന്റെ ഉപവാസത്തെയും പ്രാർത്ഥനയും ദൈവം നോക്കുന്നില്ല എന്ന് അതിനെ അത് ഭയപ്പെടുത്തി. ഇത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? അതിന്റെ കാരണമാണ് 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ? ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഈ ജനത്തിന്റെ തെറ്റിനെ, അല്ലെങ്കിൽ അവരുടെ കുറവിനെ ദൈവം വെളിപ്പെടുത്തുന്നത്. ശരിയാണ്, അവർ ഉപവസിക്കുന്നുണ്ട്, അവർ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ ആത്മതപനം ചെയ്യുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്നുണ്ട്, നിരന്തരം ദൈവമുഖം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു കുറവ് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയങ്ങൾ, ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ, മറ്റ് ബിസി ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റിവെച്ച് നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ ദൈവവും നമ്മളും മാത്രമായി ഇരിക്കുന്ന നിമിഷങ്ങളാണ് ഈ ഉപവാസവും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇസ്രായേലിന്റെ കുറവായി ദൈവം വെളിപ്പെടുത്തി നോക്കണം. നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ആത്മതപനം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തോട് ചേർന്നിരിക്കേണ്ട സമയങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയാണ്, നിങ്ങളുടെ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പൂർണ്ണമായിട്ട് ഇല്ല എന്നാ ദൈവം പറയുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാനായി എക്സ്റ്റേണലി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലി അവരെ തന്നെ താഴ്ത്തി കാണിക്കുന്നുണ്ട്, എക്സ്റ്റേണലി രട്ടിലും വെണ്ണീറും ഇരിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഹൃദയത്തെ നോക്കുമ്പോൾ പൂർണ്ണത അതിലില്ല. എന്ന് പറഞ്ഞാൽ പുറംപൂശ് മാത്രമുള്ള ഒരു കപട ആത്മീകതയാണ് ഇസ്രായേലിൽ കാണുന്നത്. നമ്മൾ നമ്മുടെ ഉപവാസങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് അവലോകനം ചെയ്യേണ്ട സമയങ്ങളാണ് പ്രിയമുള്ളവർ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ദൈവമക്കളെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. മറ്റു പലരും പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളിലേക്ക് ദൈവം
കുനിഞ്ഞു നോക്കി നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ ഈ ഉപവാസവും ഈ പ്രാർത്ഥനകളും ഫലവത്തായി തീരുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായി ഇവിടെ പ്രസന്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവും ദേഹവും സകലതും ദൈവസന്നിധിയിൽ ഒരുപോലെ കോൺസെൻട്രേറ്റഡ് ആണോ? നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ ഏകാഗ്രമാണോ? നമ്മുടെ ചിന്തകൾ ഏകാഗ്രമാണോ? നമ്മളെ മുഴുവനായി ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതാണ് ചോദ്യം. പല സമയങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അമ്മമാരെ സംബന്ധിച്ച് പലപ്പോഴും ഈ ഉപവാസം പ്രാർത്ഥന നടക്കുന്ന സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അവർക്ക് അടുക്കളയിൽ കയറാൻ സമയമില്ല. ഉപവസിക്കുന്ന എന്തിനാ? നമ്മൾ ഭക്ഷണം എല്ലാം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുക. പക്ഷെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തീർന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള സമയം കിട്ടുന്നില്ല. പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഉപവാസ സമയങ്ങളിൽ അവിടെ ദൈവം എഴുന്നേക്കുന്നത് എന്താ? ഉപവസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യാദികളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഒഴിവായിട്ടില്ല. അതിന്റെ അർത്ഥം അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് വീട്ടുകാർ നോക്കാതിരിക്കാൻ കഴിയത്തില്ല. അടുക്കളയിൽ കയറരുത്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവുമായി ഇരിക്കുന്ന സമയങ്ങളാണ്. നമ്മുടെ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചിരിക്കേണ്ട സമയങ്ങളാണ്. അതുപോലെ പിതാക്കന്മാരെ സംബന്ധിച്ച് വീടിന്റെ കാര്യങ്ങൾ, വീടിന്റെ എന്ത് പറയുന്നത്, ഡെയിലി അഫയേഴ്സ്, വീടിന്റെ അതുപോലെ അവർക്ക് കുടുംബത്തിന്റെ ലൈവ്ലിഹുഡ്, അതിനുവേണ്ടി ഓടേണ്ട അധ്വാനിക്കേണ്ട കാര്യങ്ങൾ അവർക്കുണ്ട്, ശരിയാ. പക്ഷെ പലർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ലാത്തതുപോലെ ജോലി തിരക്കുകളാണ്. പിന്നെ എന്താണ് നമ്മൾ ഉപവസിക്കുന്നതിന്റെയും പ്രാർത്ഥിക്കുന്നതിന്റെയും അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കായി, വചന കേൾവിക്കായി, ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് മുഴുവൻ എന്താണ്? ജോലി എന്താകും? ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ബിസിനസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ആ ഡീല് സെറ്റ് ചെയ്യാൻ, ഈ ഡീല് സെറ്റ് ചെയ്യാൻ. കണ്ടോ, നമ്മുടെ മനസ്സ് മുഴുവൻ നമ്മളുടെ ലൈഫിൽ ഓറിയന്റഡ് ആയിരിക്കുകയാണ്. ഇതാ ദൈവം പറയുന്നേ, ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിങ്ങളുടെ കാര്യാദികളില്ല. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇസ്രായേലിനോട് പറയുന്നത്, നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമുഖം അന്വേഷിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളും നിങ്ങൾക്കുള്ളവരും ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പോ ഇസ്രായേലിന്റെ മറ്റൊരു ട്രിക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പറഞ്ഞാൽ അവർക്ക് പോയി അധ്വാനിക്കാൻ കഴിയാതിരിക്കുന്ന സമയങ്ങളിൽ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുക. ഞങ്ങൾ ഉപവാസത്തിനും പ്രാർത്ഥനയില്ല, പക്ഷെ വേലക്കാർ അധ്വാനിച്ചു. കാര്യം എന്താ? ആ സമയങ്ങളിലുള്ള ലാഭം നഷ്ടപ്പെടാൻ പാടില്ല. ഞാനായിരുന്ന എന്റെ മാതൃസഭയിലുള്ള ഒരു അങ്കിളിനെ ഞാൻ ഈ സമയത്ത് ഓർക്കുക. ദൈവസഭയിൽ 21 ദിവസമൊക്കെ ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ അദ്ദേഹം ഓട്ടോറിക്ഷ ഓടി ഉപജീവിക്കുന്ന ഒരു അങ്കിളാണ്. പലപ്പോഴും ദൈവദാസന്റെ കൂടി 21 ദിവസവും ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകാതെ അദ്ദേഹം ഉപവസിക്കുമായിരുന്നു. വളരെ മാതൃകയുള്ള ഒരു അങ്കിൾ, ആ കുടുംബം. ഞാൻ ഈ സമയം അവരെ ഓർത്തു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അദ്ദേഹം കൊടുത്ത പ്രയോറിറ്റിയെ കുറിച്ചാണ് ഈ സമയം ഞാൻ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാതെ ഉപവാസവും പ്രാർത്ഥനയും ഞാനും ദൈവവും തന്നെ ചിലവഴിക്കുന്ന നിമിഷങ്ങളാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ക്രമീകരിക്കുന്ന സമയങ്ങളാണ്. സഭയോട് നമ്മൾ ദൈവസന്നിധിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും താഴുക. എന്താ സഭ അടുത്ത് ഏത് ഡിറക്ഷനിലേക്ക് പോകണം, എങ്ങനെയാണ് ദൈവം സഭയെ നയിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവസഭ അടുത്തൊരു ഘട്ടത്തിലേക്ക് എങ്ങനെ പോകണം എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന നിമിഷങ്ങളാണിവ. ഈ നിമിഷങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ്, നമ്മുടെ ദേഹം സകലതും ഒരുപോലെ ദൈവസന്നിധിയിൽ ഇൻവോൾവ് ആയിരിക്കണം. അതർവൈസ് നമ്മൾ ഈ 21 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നു എന്ന് പറയുന്നതിൽ ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ വീക്ഷിക്കുമ്പോൾ യാതൊരു അർത്ഥവും ഇല്ലാത്തതായിട്ടാണ് ദൈവം അവിടെ കാണുന്നത്. ഇനിയും ഈ ഭാഗങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവം ഇവരിൽ പ്രസാദിക്കാനിരുന്നതിന്റെ കാരണങ്ങളിൽ മറ്റു കാരണങ്ങളും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 4-ാം വാക്യത്തിൽ കാണുന്നത്, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. കണ്ടോ, എന്തിനാ ഫാസ്റ്റ് ചെയ്യുന്നേ? അവിടെ എഴുതിയിരിക്കുന്നത് പ്ലീസിങ് യുവർ സെൽഫ് എന്നവിടെ എഴുതിയിരിക്കുന്നത്. നോക്കണം, 4-ാം വാക്യത്തിൽ, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോൽക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. കണ്ടോ, എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും
സമാധാനത്തിന്റെയും ദൈവപ്രസാദത്തിന്റെ ഇടമാകേണ്ടതിന് പകരം പരസ്പരമുള്ള കലഹത്തിന് കാരണമാകുന്നു. ഞാനത് ചിന്തിക്കരുത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? ഉപവാസത്തിലും പ്രാർത്ഥനയിലും നാം ചെയ്യുന്നത് നമ്മളുടെ സ്വയത്തെ അമർച്ച ചെയ്ത് ദൈവിക സ്വഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്ന സമയങ്ങളാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ സെൽഫ് മാത്രം മുമ്പോട്ട് വരുന്ന രീതിയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥ ഉദ്ദേശത്തോടെ അല്ല നമ്മൾ ഉപവസിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ദൈവം പറയുന്നത് നിങ്ങൾ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാ? വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനുമാണ് നിങ്ങൾ ഉപവസിക്കുന്നതെന്ന് അവരോട് പറയുക. ഇനിയും താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവം പറയുന്നത് എന്തല്ല യഥാർത്ഥ ഉപവാസം, അല്ലെങ്കിൽ വാട്ട് ദ റിയൽ ഫാസ്റ്റിംഗ് ഇസ് നോട്ട് എന്നുള്ള നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥ ഉപവാസം എന്ന് നോക്കുന്നതിന് മുമ്പേ എന്തല്ല യഥാർത്ഥ ഉപവാസം എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വേഴ്സ് 5, എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? ദൈവം പറയുന്നത് എന്താണ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? കണ്ടോ, പുറമേ ഉള്ള ഒരു എക്സ്റ്റേണൽ പോസ്റ്റർ. അവരോട് പറയാ, നിങ്ങൾ തലയെ കുനിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ താഴ്മയുടെ ആ ഒരു പോസ്റ്റർ ഉണ്ട്. ഇനിയും രട്ടിലും വെണ്ണീരിലും കിടക്കുക, നിങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങൾ ഏതുമില്ലാത്തതായി നിങ്ങളെ ആക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു ഭാവം നിങ്ങൾ അവലംബിക്കുന്നുണ്ട്. ഇനി ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? ഇതാണോ യഥാർത്ഥ ഉപവാസം? ദൈവം അവരോട് ചോദിക്കുക, ഇതാണോ നിങ്ങൾ റിയൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ പുറമേ നോക്കിയാൽ ഞാൻ ഫാസ്റ്റിങ്ങിലാണ് അല്ലെ, എന്നെ കണ്ടാൽ, ഈ രട്ടിലും വെണ്ണീരിലും ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ആൾക്കാർക്ക് മനസ്സിലാകും എന്താണ് അവര് ഉപവസിക്കുന്നത് അല്ലെ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ദൈവം പറയുന്നത് പുറംപൂശല്ല യഥാർത്ഥ ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ പുറമേ കാണുന്നതല്ല യഥാർത്ഥ ഉപവാസം, പുറമേ കാണുന്നതല്ല യഥാർത്ഥ നോമ്പ്. പിന്നെ എന്താണ് ദൈവം നമ്മളുടെ ഉപവാസങ്ങളിൽ കൂടി, അല്ലെ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി പ്രതീക്ഷിക്കുന്നത്? അതാണ് നമ്മൾ അടുത്ത ചില വാക്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന ഉപവാസം? എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന നോക്കിയേ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. കണ്ടോ ദൈവോട് പറയുന്നേ? ദൈവത്തിന് പ്രസാദമുള്ള ഫാസ്റ്റിംഗ് എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇനി 7-ാം വാക്യം, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? ശ്രദ്ധിക്കണം, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഓർക്കും, ഇതും ഫാസ്റ്റിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെ, ദൈവം ഇവിടെ പറയുന്നതും ഫാസ്റ്റിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. ശരിക്കും ഈ വാക്യങ്ങളെ ഒന്ന് ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ സ്പിരിച്വാലിറ്റി, അല്ലെ നമ്മുടെ ആത്മീകത എന്ന് പറഞ്ഞാൽ ആലയത്തിൽ കടന്നു വരുന്ന സമയത്ത് ഇതിന്റെ 4 ഭിത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി. ഒരു പടിയും കൂടെ കടന്നു പറഞ്ഞാൽ, നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ, ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ, നമ്മൾ പാട്ടുകൾ പാടുന്നുണ്ട്, നമ്മളെ കാണുമ്പോൾ ആൾക്കാർ വളരെ ഇംപ്രസ്ഡ്, ആ അച്ചായൻ, ആ അമ്മാമ, ആ സഹോദരി നന്നായിട്ട് ആരാധിക്കുന്നുണ്ട്, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായി ഉപവസിക്കുന്നുണ്ട്. പുറമെ ആൾക്കാർക്ക് നമ്മളെ കണ്ട് മാർക്കിടാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ദൈവം പറയുന്നത്, ആത്മീകത എന്ന് പറഞ്ഞാൽ ആരാധനാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അവിടെ നമുക്ക് ഏറ്റവും സൂപ്പർ സ്പിരിച്വലായിട്ട് അഭിനയിക്കാൻ കഴിയും. നമ്മളെക്കാൾ കവിഞ്ഞൊരു ആത്മീകരില്ല എന്ന് മറ്റുള്ളവർക്ക് സർട്ടിഫൈ ചെയ്യാൻ കഴിയത്തക്കവണ്ണം നമുക്ക് നല്ല ഒന്നാന്തര ആത്മീകതയെ അഭിനയിക്കാം. പക്ഷെ ഇവിടെ പറയുന്നത്, നമ്മുടെ ആത്മീകത കേവലം ഞായറാഴ്ചകളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല.
നമ്മുടെ ആത്മീകത 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ ആത്മീകത ദൈവജനം കൂടി വരുമ്പോൾ, വിശുദ്ധ സഭായോഗങ്ങളിൽ കടന്നു വരുമ്പോൾ അന്നത്തെ പാട്ടിലും പ്രാർത്ഥനയിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ ആത്മീകത നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ വീട്ടിനകത്തുള്ള ഭാര്യ ഭർത്തൃ ബന്ധം, അതുപോലെ മക്കളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ കോർപ്പറേറ്റ് ലൈഫ്, എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി ചെല്ലേണ്ടതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി. അതാണ് ആ വാക്യങ്ങളുടെ ആകത്തുക എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന സമയങ്ങൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ദൈവസന്നിധി ചിലവഴിക്കുന്ന സമയങ്ങൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുന്ന ഈ ദിവസങ്ങൾ നമ്മളെ ആൾമാറിയവരാക്കി തീർക്കണം. നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത നമ്മുടെ ചില സ്വഭാവങ്ങൾ മാറുന്ന ദിവസങ്ങളായി ഇത് മാറണം. നമ്മുടെ കോപം, നമ്മുടെ സ്വാർത്ഥത, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഏതൊക്കെ മേഖലകളുണ്ടോ, നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ, ആ മേഖലകളിൽ ക്രമീകരണം പ്രാപിക്കുന്ന ദിവസങ്ങളായി തീരണം. നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആ ആ ആ ആ ആത്മീയത ഇറങ്ങിച്ചെല്ലട്ടെ. നമ്മുടെ ചർച്ച് ലൈഫ്, നമ്മുടെ കൂട്ട സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ക്രമീകരിക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇടർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കപ്പെടണം പ്രിയമുള്ളവരെ. അല്ലാത്ത പക്ഷം നമ്മുടെ ഉപവാസവും പ്രാർത്ഥന ലക്ഷ്യമില്ലാത്തതായി തീരും. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണ് 21 ദിവസം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപവാസവും പ്രാർത്ഥന എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും? നിരപ്പിന്റെ ദിവസങ്ങളായി ഇത് മാറണം. റിക്കൺസിലിയേഷന്റെ ദിവസങ്ങളായി ഇത് മാറണം. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിൽ നമ്മുടെ ബോസിനോട് നമുക്ക് കയ്പുണ്ടെങ്കിൽ ഈ 21 ദിവസം കൊണ്ട് ആ കയ്പ് മാറണം. നമ്മുടെ കീഴിൽ നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആരോടെങ്കിലും നമുക്കൊരു നീരസം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അത് ക്രമീകരിക്കപ്പെടണം. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആരോടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അത് ക്രമീകരിക്കപ്പെടണം. ഇങ്ങനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇത് ഇറങ്ങി ചെല്ലുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീകതകൾ വെറും കാപട്യമാണെന്നുള്ളത് നാം തിരിച്ചറിയണം. വചനം അതൊട്ടും മറച്ചു വെക്കാതെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ പ്രസാദിക്കുന്ന ഉപവാസം ഇങ്ങനെയുള്ള ഉപവാസം. എങ്ങനെയുള്ള ഉപവാസം നോക്കിയേ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്ന ഉപവാസമായിരിക്കണം. എന്ന് പറഞ്ഞാൽ, നാം അന്യായമായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇവിടെ നമ്മൾ കാണുന്നത് ജോലിക്കാരോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോടുള്ള ബന്ധത്തിൽ അവിടെ എഴുതിയിരിക്കും, നമ്മൾ ആരെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തതിൽ ഒതുക്കി കളയുന്ന മേഖലകളുണ്ടോ? മറ്റൊരു ഒരു ഭാഗം കൂടി ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ തന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഭാഗമുണ്ടോ? നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ കുറവ് നമ്മൾ തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് കുറവ് നമ്മളിലാണുള്ളത്. നമ്മൾ മറ്റൊരാളെ പഴിചാരിയിട്ട് കാര്യമില്ല. നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ദൈവദാസനോ ദൈവസഭയിലെ മറ്റുള്ളവരോ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സം, നമ്മൾ തന്നെയാണ്. നാം തന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ബന്ധനങ്ങൾ അറുത്തു മുറിച്ചു കളയുന്ന ദിവസങ്ങളാവണം ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ. അടുത്ത് നമ്മൾ കാണുന്നത് എന്താ? നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. നമ്മൾ ഒപ്രസ് ചെയ്ത ചിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരമായി തീർന്ന ചില മേഖലകളിലെ അതിനെ സ്വതന്ത്രമാക്കുന്ന ദിവസങ്ങളായി തീരണം. ഇനി എല്ലാ നുകത്തെയും തകർക്കുന്ന എന്ന് പറഞ്ഞാൽ ബന്ധിച്ച് നാം നുകം വെച്ച് കെട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നാം ഒരു ഭാരം വെച്ച് കെട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ഒതുക്കി കളയുന്ന, എസ്പെഷ്യലി ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കോർപ്പറേറ്റ് ലൈഫിൽ ഏതെങ്കിലും മേഖലകളിൽ നാം നിമിത്തം എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അത് ക്രമീകരിക്കപ്പെടണം. അതാണ് യഥാർത്ഥ ഫാസ്റ്റിംഗ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയും ഏഴാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ. ശ്രദ്ധിക്കണം,
നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവിടെ കാണുന്നത്, പിതാവായ ദൈവത്തിന് മുമ്പിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്താന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ പോയി കാണുകയും ഈ ലോകത്തിൽ നിന്നുള്ള കളങ്കം പറ്റാതെ തന്നെ താൻ സൂക്ഷിക്കുന്നതുമാണ് യഥാർത്ഥ ഭക്തി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഥരെ വിധവമാരെ അവരുടെ സങ്കടത്തിൽ പോയി കാണുന്നത് നമ്മുടെ ഭക്തിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയത അത് നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലേക്കും ഒഴുകിയെത്തണം. ഇനിയും അടുത്ത ആ ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. നോക്കിയേ, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിനകത്തുള്ളവരിൽ തന്നെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ഇപ്പൊ നിങ്ങളുടെ രക്തബന്ധങ്ങളായിട്ടുള്ള നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവരോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരെങ്കിലുമായിട്ട് നമുക്ക് കയ്പുണ്ടോ, ആരെങ്കിലുമായിട്ട് നമുക്കൊരു പകയുണ്ടോ, എന്നാലും എന്നോട് അവർ ചെയ്തല്ലോ അങ്ങനെ, എന്റെ സ്വന്തം സഹോദരൻ, എന്റെ സ്വന്തം സഹോദരി എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്ന ഒരു കയ്പോ വേദനയോ നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളെ നിരപ്പ് പ്രാപിക്കുന്നതായിരിക്കണം ഈ നിമിഷങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഫലവത്താകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലേക്ക് വിടുതൽ വരുമ്പോഴാണ് ഉപവാസത്തിനും പ്രാർത്ഥനയിലും യഥാർത്ഥ വിടുതൽ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ആ ഇടപെടലുകൾ, അതെല്ലാം ക്രമീകരിക്കപ്പെടുന്നതായിരിക്കണം ഉപവാസ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. അതർവൈസ് നമ്മൾ മാറുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ദൈവസന്ധി ചെലവഴിക്കുന്ന നിമിഷങ്ങൾക്കൂടെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ആത്മീകതയിലേക്ക് നാം കടന്നു വരട്ടെ. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്നതെല്ലാം കേവലം ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമായി തീരും. അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന ദൈവത്തിന്റെ വചനത്തിൽ കൂടി നാം കാണുന്നത്. നിങ്ങൾ എപ്രകാരമുള്ള ഒരു മെസ്സേജാണ് ഈ വൈകിട്ട് പ്രതീക്ഷിച്ചു വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം എന്നോട് ഇടപെട്ട ഭാഗങ്ങളെ ഞാൻ അതുപോലെ നിങ്ങളോട് അറിയിക്കുക. നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടട്ടെ, നമ്മുടെ ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ ദൈവിക ഉദ്ദേശപ്രകാരം റീഅലൈൻ ചെയ്യുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇനി മറ്റൊരു മേഖലയും കൂടെ ദൈവം അവരോട് വെളിപ്പെടുത്തുക. നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, നിങ്ങളുടെ കോർപ്പറേറ്റ് ലൈഫ്, നിങ്ങളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ ക്രമീകരിക്കുമ്പോൾ തന്നെ മറ്റൊരു മേഖലയും കൂടെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. 58-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ. നോക്കിക്കേ, നമ്മള് 58-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ക്രമീകരിക്കേണ്ട മേഖലകളെ ദൈവം പറഞ്ഞത് അല്ലെ. കുടുംബത്തിനകത്ത്, സമൂഹത്തിൽ, നമ്മളുമായി ബന്ധപ്പെട്ട മറ്റോരോരുത്തരുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ക്രമീകരണം വരേണ്ടതെന്ന് ദൈവം പറയുമ്പോൾ ഈ വാക്യങ്ങളിൽ പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ക്രമീകരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ. അപ്പൊ സ്പിരിച്വൽ സൈഡുമുണ്ട്, മറ്റ് മേഖലകളിൽ നമ്മൾ ക്രമീകരിക്കേണ്ട ഭാഗങ്ങളുമുണ്ട്. ഇവിടെ ദൈവം പറയുന്നു, നോക്കിയേ, നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച്. നമുക്കറിയാം ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അവർ ഒരു കമ്മ്യൂണിറ്റിയായി കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ശബത്താണെന്നുള്ളത് നമ്മൾ കാണുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ശബത്തല്ല ആചരിക്കുന്നത്. നമ്മൾ പൊതുവെ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ യഹോവയുടെ ദിവസമായി കണ്ട്, കർത്തൃ ദിവസമായി കണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ കൂടി വന്ന് ആരാധിക്കുന്ന ദിവസങ്ങൾ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് നമ്മൾ കോർപ്പറേറ്റായി കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദിവസങ്ങൾ, കൂടുതലും ഞായറാഴ്ച ദിവസങ്ങൾ. അപ്പോ ആ ദിവസത്തിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെക്കണം എന്ന് പറഞ്ഞാൽ, ശബത്ത് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താ? സ്വസ്ഥത അല്ലെ എന്ന് പറഞ്ഞാൽ ശബത്ത് ശരിക്കും ഫിസിക്കൽ റെസ്റ്റിനെയും സ്പിരിച്വൽ റിഫ്രഷ്മെന്റും കാണിക്കുന്നത്.
ഭൗതികമായി അല്ലെങ്കിൽ ശാരീരികമായി റെസ്റ്റ് കൊടുക്കുന്ന ഒരു ദിവസമാണ് ശബത്ത് ദിവസം. നമ്മൾക്കറിയാം സൃഷ്ടിപ്പിന്റെ 7-ാം ദിവസം ദൈവം നിവൃത്തനായി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു അല്ലെ. 6 ദിവസം സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം എന്ത് സ്വസ്ഥനായിരുന്നു നമ്മൾ കാണുന്നത്. അതാണ് ശബത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ചെയ്യാതെ പൂർണ്ണമായ ആ ദിവസത്തെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന ദിവസം. 6 ദിവസം ദൈവം അധ്വാനിക്കാൻ തന്നിട്ടുണ്ട്, പക്ഷെ 7-ാം ദിവസം അത് ദൈവത്തിന് വേണ്ടിയുള്ള ദിവസമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, നീ മറ്റ് കാര്യാദികൾക്ക് പോകാതെ ശബത്ത് ദിവസം കാലടക്കി വെക്കണമെന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ദിവസം മുഴുവനായി ദൈവത്തിനുള്ള ദിവസമാണ്. ഞങ്ങൾ ആയിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പല ഞായറാഴ്ച ദിവസങ്ങളിൽ ആൾക്കാരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവധിയുള്ള ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. അപ്പൊ പലപ്പോഴും ഞായറാഴ്ച ആരാധന സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകും. പല സമയങ്ങളിൽ എല്ലാ ഞായറാഴ്ച എല്ലാരെയും കിട്ടാറില്ല. എത്ര നമ്മൾ പറഞ്ഞാലും എത്രമാത്രം അവരെ ഉപദേശിച്ചാലും പലപ്പോഴും ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു എന്താ വരാൻ പറ്റാഞ്ഞേ പറയുന്ന കാരണങ്ങൾ, പാസ്റ്റർ രാവിലെ ഉറങ്ങിപ്പോയി, പാസ്റ്റർ വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ഉറങ്ങിപ്പോയി, അല്ലെ പാസ്റ്റർ ഇന്ന് അത്യാവശ്യമായിട്ട് ഇന്ന ഇടം വരെ ഒന്ന് പോകണം, ഞാൻ ഇന്ന് വരത്തില്ല. സി, എന്തൊക്കെ എക്സ്ക്യൂസുകളാ പറയുന്നേ. ഇത് പാസ്റ്ററോടോ അല്ലെങ്കിൽ കൂട്ട സഹോദരങ്ങളോടോ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് അല്ല, ഇത് ദൈവവും നമ്മളും തമ്മിലുള്ള കാര്യമാണ്. ഈ വിശുദ്ധ ദിവസം പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കേണ്ട ദിവസം. 6 ദിവസം ദൈവം തന്നില്ലേ അധ്വാനിക്കാൻ, 6 ദിവസം ദൈവം തന്നില്ലേ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ. ഈ 7-ാം ദിവസം ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന ദിവസം, അത് മുഴുവനായി ദൈവത്തിന് കൊടുക്കാനാ ദൈവം പറയുന്നത്. സി, നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇന്ന കാര്യത്തിന് പോകണം, ഇന്ന കല്യാണത്തിന് പോകണം, ഇന്ന ഒരു ഒരു പാർട്ടി ഉണ്ട്, ഇന്ന ഒരു ബിസിനസ് ഡീലുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അതെല്ലാം മാറ്റിവെക്കാനാണ് ദൈവം പറഞ്ഞത്. കർത്തൃ ദിവസം അത് യഹോവയ്ക്ക് വിശുദ്ധമായ ദിവസമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കണം. കഴിഞ്ഞ ദിവസം ഞാനും എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അച്ഛൻ ഇങ്ങനെ പറയാനിടയായിരുന്നു, ശരിക്കും ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മണിക്കൂറോ അല്ല 3 മണിക്കൂറോ ആയിരിക്കും ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. അതും കഴിഞ്ഞു വന്നിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്കാ പോകുന്നത് അല്ലെ. ഒരു പക്ഷെ നമ്മുടെ ആരുടെയും ഫാമിലി മെമ്പേഴ്സിനെ വിസിറ്റ് ചെയ്യാനോ അല്ലെ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ നമ്മൾ പോകും. ശരിക്കും ആ ദിവസം മുഴുവൻ ദൈവസന്നിധി നമ്മൾ ചെലവഴിക്കേണ്ട സമയങ്ങളല്ലേ? തീർച്ചയായും. ആകപ്പാടെ നമ്മൾ ഒരാഴ്ചയിൽ ചെലവഴിക്കുന്ന ദിവസം ഒരുപക്ഷെ ആ ഞായറാഴ്ച ദിവസമായിരിക്കും. അന്നുപോലും നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയാത്തതുപോലെ ഭയങ്കര തിരക്കാണ് നമുക്ക്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട പ്രയോറിറ്റി, ദൈവത്തിന് കൊടുക്കേണ്ട മുൻഗണന, ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തെ നമ്മൾ കവർന്ന് എന്ത് കാര്യത്തിന് പോയാൽ അത് ശുഭമാവുകയില്ല എന്ന് നാം തിരിച്ചറിയണം. ഈ ദിവസം ദൈവജനത്തോട് ദൈവം വചനത്തിൽ കൂടി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുക. നമ്മുടെ ഈ കപട ആത്മീയതകളൊക്കെ മാറ്റി വെച്ചിട്ട്, നമ്മുടെ ഈ വെച്ചുകെട്ടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പൂർണ്ണമായ ദൈവസന്നിധിയിലേക്ക് മനം തിരിഞ്ഞു വരാനാണ് ദൈവം പറയുന്നത്. ഇതിന്റെ അവിടെ എതിരിക്കുന്നത് കണ്ടോ? ശബത്തിനെ ഒരു സന്തോഷമെന്ന് കണക്കിടണം. ശരിക്കും എങ്ങനെയാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കർത്തൃ ദിവസത്തിൽ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ശബത്തിനെ സന്തോഷമെന്ന് കാണുമ്പോഴാണ്. ശബത്തിനെ ഒരു ഡ്യൂട്ടി ആയിട്ടല്ല, ഒരു ഡിലൈറ്റ് ആയിട്ട് കണ്ടാൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. അയ്യോ, ഞായറാഴ്ച ആയി പോയല്ലോ, ഇന്ന് പോയില്ലെങ്കിൽ പാസ്റ്റർ എന്തോ പറയും, ഇല്ല ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സൂമിൽ കണ്ടില്ലെങ്കിൽ പാസ്റ്റർ എന്തോ പറയും എന്ന് പാസ്റ്ററെ ബോധിപ്പിക്കാനായിട്ടല്ല നമ്മൾ കടന്നു വരേണ്ടത്. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു ആനന്ദമാണ്, ഒരു സന്തോഷമാണെന്നുള്ള ബോധ്യത്തോടെയാണ് കടന്നു വരേണ്ടത്. എഴുതിയിരിക്കുന്നത് കണ്ടോ? ശബത്തിനെ സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നു പറയണം. കണ്ടോ? ദൈവത്തെ ബഹുമാനിക്കുന്ന സമയമാണ് ദൈവസന്നിധി ചെലവഴിക്കുന്ന സമയങ്ങൾ. ദൈവത്തെ റെസ്പെക്ട് ചെയ്ത് ദൈവത്തെ റിവ്യൂ ചെയ്യുന്ന സമയങ്ങളാണ്. ദൈവം ഭയപ്പെടുവാൻ യോഗ്യനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതികൾക്ക് യോഗ്യനാണ് എന്ന തിരിച്ചറിവോടെ ദൈവസന്നിധി ചെലവഴിക്കുന്ന സമയങ്ങളാണ്. ഇത് കേവലം പാഴ് സമയങ്ങളല്ല. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം എവിടുന്നാ കിട്ടുന്നേ?
അത് ഏതെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ, ഏതെങ്കിലും ഒരു ഓഫീസ് ലഞ്ചിനോ, അല്ല ഏതെങ്കിലും ഒരു ഔട്ടിങ്ങിനോ പോകുമ്പോഴല്ല യഥാർത്ഥ സന്തോഷം എന്ന്. നമ്മുടെ ലൈഫിന്റെ യഥാർത്ഥ സന്തോഷം ദൈവ സന്നിധിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു ഭക്തന്റെ, ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥ സന്തോഷം ദൈവ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ ആലയം വിട്ട്, പലപ്പോഴും ദൈവവുമായിട്ട് ചെലവഴിക്കേണ്ട സമയങ്ങൾ വിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അതാ നമുക്ക് സന്തോഷം തരുന്നത്. അല്ല, എനിക്കറിയാം ഇന്ന് ഈ സൂം മീറ്റിംഗിൽ നല്ലൊരു പങ്ക് ദൈവമക്കൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ കടന്നു വരാത്തവരുമുണ്ട്. അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് കടന്നു പോയിരിക്കുക. അവിടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. പക്ഷെ ദൈവമക്കളായ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവ സന്നിധി നാം ചിലവഴിക്കുന്ന സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ നിമിഷങ്ങൾ, ഏറ്റവും സന്തോഷം കൊണ്ടുവരുന്ന ദിവസങ്ങൾ. നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. എവിടെയാ നമ്മുടെ ട്രൂ ജോയ്, ട്രൂ ഡിലൈറ്റ് എവിടെയാ നമുക്ക് കിട്ടുന്നത്? അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും നിരാശയോടെ, വേദനയോടെ, ഭാരത്തോടെ, എന്തെങ്കിലും ഞെരുക്കത്തോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം: നമ്മുടെ സന്തോഷത്തെ പൂർണ്ണമാക്കുന്ന, നമ്മുടെ നിരാശകളെ മാറ്റി, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ മാറ്റി, നമ്മുടെ വേദനകളെ മാറ്റി നമ്മളെ യഥാർത്ഥ സന്തോഷം ഉടുപ്പിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവ സന്നിധിയിൽ ട്രൂ ജോയ് കണ്ടെത്താൻ കഴിയുന്നവരായി നമ്മൾ മാറണം. അങ്ങനെയാകുമ്പോൾ ദൈവത്തോട് അടുത്തു വരുന്ന ദിവസങ്ങൾ, ഉപവസിക്കുന്ന ദിവസങ്ങൾ, പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ അതൊരു ഡ്യൂട്ടി ആയിട്ടല്ല, അതൊരു ഡിലൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. ഓക്കെ, ദൈവം ഇവരോട് പറയുക, എന്താ ട്രൂ ഫാസ്റ്റിംഗ്? നിങ്ങളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളെ കറക്റ്റ് ചെയ്യുന്നതാണ് ട്രൂ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ദൈവവുമായി ചേർന്നിരിക്കുന്ന ദിവസങ്ങളിൽ ക്രമീകരിക്കപ്പെടേണ്ട മേഖലകൾ ക്രമീകരിക്കപ്പെടണം. മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് 8-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും എഴുതിയിരിക്കുന്നത്. 58-ന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സു പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും. ശ്രദ്ധിച്ച ആ വാക്യങ്ങൾ നോക്കിയേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ യഥാർത്ഥമായി ക്രമീകരിക്കപ്പെടുമ്പോൾ, മറ്റു മനുഷ്യരുമായി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ എഴുതിയിരിക്കുന്നേ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സു പോലെ പ്രകാശിക്കും. ജീവിതത്തിന്റെ ഇരുളടഞ്ഞ മേഖലകൾ, അന്ധകാരം നിറഞ്ഞ മേഖലകൾ തനിയേ നീങ്ങി മാറുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇനി അടുത്തൊരു വാക്ക് ശ്രദ്ധിച്ചേ: നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. എന്ന് പറഞ്ഞാൽ ഹീലിംഗ് സംഭവിക്കും. നമ്മുടെ ചില രോഗങ്ങൾ മാറാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും നമ്മുടെ ചില രോഗങ്ങൾ മാറാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? ചില മേഖലകൾ ഇനിയും ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പല മേഖലകളിൽ ക്രമീകരിക്കപ്പെടേണ്ടതുകൊണ്ടാണ് നമ്മുടെ ചില രോഗങ്ങൾ മാറാത്തത്. പ്രിയമുള്ളവരെ, ഒരു പ്രവചനമായി ഞാൻ ഈ രാത്രികാലം നിങ്ങളോട് അറിയിക്കുക: നമ്മുടെ ചില രോഗങ്ങൾ മാറും, നമ്മുടെ ചില ക്ഷീണങ്ങൾ മാറും. നമ്മൾ ചില ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിന്റെ ഒരു പൊറുതി വരാത്ത, അല്ലെങ്കിൽ ഒരു ശമനം വരാത്ത നമ്മുടെ ചില രോഗങ്ങൾ തനിയെ മാറും. എങ്ങനെയെന്നറിയാമോ? നമ്മുടെ ഈ കപട ആത്മീയതയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് യഥാർത്ഥമായി ദൈവമുഖം അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ നിരപ്പ് പ്രാപിക്കേണ്ട മേഖലകളിൽ നിരപ്പ് പ്രാപിക്കുമ്പോൾ മാറേണ്ടത് തനിയെ മാറും. നമ്മുടെ ചില ക്ഷീണങ്ങൾ, ചില അവശതകൾ നീങ്ങി മാറും. ഇനി അടുത്തത് അവിടെ കാണുന്നത്: നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ നിലവിളിക്കും, യഹോവ ഉത്തരം അരുളും. കണ്ടോ? നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് എന്താ? നമ്മൾ കുറെ നാളുകളായി ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ഒരു നീക്കുപോക്കില്ലാത്തതായി നമുക്ക് തോന്നുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. പല കാരണങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിന് വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്ന പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ ഒരു കാരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്: നമ്മൾ നിരപ്പ് പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം അരുളുകയില്ല ദൈവം. അതല്ലേ വചനത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് ഡിസൈപ്പിൾസ് പ്രേയറിൽ, അതായത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, കർത്താവ് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട്
ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അതൊരു ക്ലോസാ, അവിടെ വെച്ചിരിക്കുന്ന ഒരു ക്ലോസാ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ചില ക്ഷമിക്കേണ്ട മേഖലകളെ നമ്മൾ ക്ഷമിക്കണം, ചില വിട്ടുകളയേണ്ടതിന് നമ്മൾ വിട്ടുകളയണം. വർഷങ്ങളായി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ചില കയ്പുകൾ, ചില പക, ചില വിദ്വേഷങ്ങൾ, ക്ഷമിക്കാൻ കഴിയാത്ത പോലെയുള്ള അവസ്ഥകൾ, അത് മാറ്റിവെച്ചാൽ, ആ മേഖലകൾ നിരപ്പ് പ്രാപിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം അരുളുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ കിടന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ദൈവം ഉത്തരം തരുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. യഹോവ ഉത്തരം അരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളിച്ചേ. വിളിപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായി തീരും. എങ്ങനെയാ? നാം ക്രമീകരിക്കപ്പെടുമ്പോൾ, നാം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് ദൈവമുഖം അന്വേഷിക്കുമ്പോൾ. അപ്രകാരം നാം ദൈവമുഖം അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ വരുത്തേണ്ട വിടുതലുകളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ ദൈവം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ കൂടി മനസ്സിലാക്കുന്നത്. അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ യഥാർത്ഥ ഉപവാസത്തിൽ അല്ലെ യഥാർത്ഥ ഫാസ്റ്റിങ്ങിന്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ താഴോട്ട് ഇനി വായിക്കുന്നത്. 10-11 വാക്യങ്ങളിൽ നമ്മൾ താഴോട്ട്, ഞാൻ ആദ്യം വായിച്ച ചില വാക്യങ്ങൾ ഉണ്ടല്ലോ, ആ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് യഥാർത്ഥമായി ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലെസ്സിങ് ആയി തീരും മറ്റുള്ളവർക്ക്. നമ്മൾ യഥാർത്ഥമായി ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, യഥാർത്ഥമായിട്ടുള്ള ആ സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളൊരു ബ്ലെസ്സിങ് ആയി തീരും. ഇനി അടുത്ത 12 വാക്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുകയും തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് അവിടെ ശ്രദ്ധിക്കണം. നാം ക്രമീകരിക്കപ്പെടുമ്പോൾ ആ അനുഗ്രഹം നമ്മുടെ സന്തതികളിലേക്കും കൂടിയാ വരുന്നെന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നമ്മുടെ പല കുഞ്ഞുങ്ങളും എന്താ യഥാർത്ഥ ആത്മീകതയിൽ നിൽക്കാത്തതും? പല കാരണങ്ങൾ അതിനുണ്ടെങ്കിലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ? നമ്മൾ യഥാർത്ഥ ആത്മീകരാകാതെ ആത്മീകത നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളും കപടഭക്തിക്കാരായി തീരും. അവര് നോക്കുമ്പോൾ പപ്പായും മമ്മിയും ഭയങ്കര പാട്ടും പ്രാർത്ഥനയാണ്, പക്ഷെ അല്ലാത്ത സമയങ്ങളിലെല്ലാം തമ്മിത്തല്ല. പപ്പായും മമ്മിയും തമ്മിലെ വഴക്കാ, പപ്പായും മമ്മിയും തമ്മിൽ മിണ്ടത്തില്ല. ചെറിയ കാര്യങ്ങൾക്ക് വരെ പിണങ്ങിയിരിക്കുന്ന അവസ്ഥകൾ ആ കുഞ്ഞുങ്ങൾ കാണുന്നതെങ്കിൽ അവരെങ്ങനെ ഭക്തരായി തീരും? അവരെങ്ങനെ ആത്മീകരായി തീരും? നമ്മുടെ കപട ആത്മീകതകൾ മാറ്റിവെച്ച് യഥാർത്ഥമായി നിഷ്കളങ്കരായി നേരോട് നമ്മൾ ദൈവസന്ധി നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ തലമുറകൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില തലമുറകളെ ചില ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന് എഴുതി. എന്താ പുരാതന ശൂന്യങ്ങൾ? വർഷങ്ങളായി ശൂന്യമായി കിടക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രവാസത്തിൽ പോയി ആ ബാബിലോൺ പ്രവാസത്തിൽ പോകുമ്പോൾ യെരൂശലേമിനെ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് ബാബിലോൺ രാജാവ് ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മുഴുവൻ നശിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ദൈവം ഒരു ശേഷിപ്പിനെ മടക്കിക്കൊണ്ട് വന്നു. എന്തിനു വേണ്ടി? റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഒരു പണിക്ക് വേണ്ടി ദൈവം മടക്കിക്കൊണ്ട് വന്നു. എന്ന് പറഞ്ഞാൽ തലമുറയായി ശൂന്യമായി കിടന്നതാ, ശത്രുക്കൾ കണ്ട് ചിരിച്ചതാ, ഇനി ഇസ്രായേൽ മടങ്ങി വരത്തില്ല എന്ന് ചുറ്റുമുള്ള രാജ്യങ്ങൾ പറഞ്ഞതാ. പക്ഷെ ദൈവം തന്റെ വിശ്വസ്തതയിൽ ഒരു ശേഷിപ്പിനെ മടക്കിക്കൊണ്ടുവരികയും ആ ശൂന്യതകളെ നികത്തുകയും ചെയ്തു. തലമുറയായി ശൂന്യമായി കിടന്ന, പക്ഷെ ദൈവം ഒരു ജനറേഷനെ എഴുന്നേൽപ്പിച്ചു ദൈവത്തിന്റെ പണിക്ക് വേണ്ടി. അങ്ങനെയെങ്കിൽ ചില ശൂന്യമായി കിടക്കുന്ന, നാളുകളായി പണിയാതെ കിടക്കുന്ന, നാളുകളായി എന്താ പറയുന്നത്, ഒരു ഉയർച്ചയും ഇല്ലാതെ കിടക്കുന്ന ചില മേഖലകളെ അതിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചില തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കും. പ്രിയമുള്ളവരെ, അതെങ്ങനെ സംഭവിക്കും? നാം ക്രമീകരിക്കപ്പെടുമ്പോൾ, നാം ദൈവസന്ധി നേരോടെ നിൽക്കുമ്പോൾ, നാം ദൈവസന്ധി നിഷ്കളങ്കരായി നിൽക്കുമ്പോൾ, നാം ദൈവമുഖം വിശ്വസ്തയോടെ അന്വേഷിക്കുമ്പോൾ, നമ്മൾ കപടതയില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത, നിസ്വാർത്ഥരും നിഷ്കളങ്കരും പരമാർത്ഥ ഹൃദയവുമുള്ള ദൈവമക്കളായി ദൈവമുഖം അന്വേഷിച്ചാൽ നമ്മുടെ തലമുറകൾ ദൈവത്തിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളായി തീരും.
ഹല്ലേലൂയ. നിങ്ങളിൽ ചിലർ ഒരു പക്ഷെ നിങ്ങളുടെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ ചിലർ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ആയിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി ആയിരിക്കാം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പക്ഷെ നാം ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ ദൈവകൃപയിലേക്കായി തീരും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴാണ് ദൈവപ്രസാദമുള്ളതായി തീരുന്നത്? അതിന്റെ യഥാർത്ഥ അർത്ഥം നാം മനസ്സിലാക്കി, നമ്മൾ ബന്ധിച്ചു വെച്ചിരിക്കുന്ന മേഖലകളെ നാം സ്വതന്ത്രമാക്കി, നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ, നാമും ദൈവവുമായിട്ടുള്ള ബന്ധം അത് ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട നന്മകൾ അത് സ്വാഭാവികമായി വന്നുകൊള്ളും. നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ അതിനെ പിന്തുടരേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തെ പിന്തുടർന്നാൽ മതി. വരേണ്ട നന്മകൾ എന്നെ പിന്തുടർന്നുകൊള്ളും. ആകയാൽ ഈ ഉപവാസവും പ്രാർത്ഥനയും ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ സഭയുടെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്കെല്ലാം ഇത് ഏറ്റവും അനുഗ്രഹമാകട്ടെ, ഉതകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന എനിക്ക് സമയമൊരുക്കി തന്ന സതീഷ് പാസ്റ്ററോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവമക്കളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.